തുർക്കി ഒഴികെയുള്ള രാജ്യങ്ങളിലൊന്നും പാകിസ്ഥാൻ ഇതുവരെ തുറന്ന പിന്തുണയുമായി രംഗത്തെത്തിയില്ല. അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ നിൽക്കും? അന്താരാഷ്ട്ര മുഖം ഭാരതത്തിന് വളരെ അനുകൂലമായൊരു പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ കാരണം കോൾഡ് വാർ അവസാനിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് ലോകത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സോഫ്റ്റ് പവറായി ലോകം ഇന്ത്യയെ അംഗീകരിച്ചു എന്നുള്ളതാണ്. നമ്മളെ ഗ്ലോബലൈസ്ഡ് എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർന്നു എന്ന് മാത്രമല്ല, ലോകത്തിന് നമുക്ക് അങ്ങോട്ട് സംഭാവന ചെയ്യാനും അതോടൊപ്പം ഇവിടെയുള്ള ശക്തമായൊരു മാർക്കറ്റ് ലോകരാജ്യങ്ങൾക്ക് തുറന്നു കൊടുത്തതുമെല്ലാം മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ സമ്പ്രദായത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സിസ്റ്റത്തെക്കുറിച്ചും വലിയ അഭിപ്രായമുണ്ടായി. നോക്കൂ, ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ മിഡിൽ ക്ലാസ് ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ റഷ്യയ്ക്ക് താല്പര്യമുണ്ട്, അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, യൂറോപ്പിന് താല്പര്യമുണ്ട്, ഓസ്ട്രേലിയക്ക് താല്പര്യമുണ്ട്, ജപ്പാന് താല്പര്യമുണ്ട്. ഏത് പവർ ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും ചൈന ഒഴികെ, താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ടർക്കി ഒഴികെ, ചിലപ്പോൾ അസർബൈജാനെ പോലെ ഒരു ചെറിയ രാജ്യം, അതിനപ്പുറം പാകിസ്ഥാൻ ഒന്നും കിട്ടുന്നില്ല. കാരണം ബൈനറി ആകെ മാറിപ്പോയി. മറുവശത്ത് പാകിസ്ഥാൻ്റെ അവസ്ഥ വന്നിരിക്കുന്ന രീതി എന്താണ്? അവിടെ ഒരു സൊസൈറ്റി ഇല്ല, ഒരു പൊതുസമൂഹമില്ല. പൊതുസമൂഹം തകർക്കപ്പെട്ടിരിക്കുന്നു. പട്ടാളക്കാരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. മതമൗലികവാദികളുമായി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രം. പ്രതിപക്ഷ നേതാവ് ഇമ്രാൻഖാനെ ജയിലിലിട്ടിരിക്കുന്നു. ആര് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകും? അതുകൊണ്ട് അന്തർദേശീയ പിന്തുണ ഭാരതത്തിനുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു അടി കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതിന് ആരും ഒന്നും പറയില്ല. ഇന്ത്യക്ക് അതിനുള്ള എല്ലാ അവകാശമുണ്ട്. അതുകൊണ്ട് ലോക പിന്തുണ നമുക്ക് അനുകൂലമാണ്. ചൈന തന്നെ ടാക്റ്റിക്കലായിട്ട് പാകിസ്ഥാനെടുത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ച് കാശ്മീരിലെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ കൂടി ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോകുന്നത് കൊണ്ട് ചൈനയ്ക്കത് പാകിസ്ഥാനെ തള്ളാൻ പറ്റത്തില്ല. പക്ഷേ തുറന്ന് ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ നിൽക്കാനും പറ്റത്തില്ല. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളാണ്, സൈനിക ശക്തികളാണ്. നമ്മൾ 4ാമത്തെ സൈനിക ശക്തിയാണ് ലോകത്തിലെ. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള കിടമത്സരത്തിൽ അമേരിക്കയ്ക്കും ഇന്ത്യയെ വേണം, ചൈനയ്ക്കും ഇന്ത്യയെ വേണം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ചൈന ഒരു ബ്ലണ്ടായിട്ട് പൂർണ്ണമായി ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുകയില്ല. പഴയതുപോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആ നിലപാട്, കാരണം അവർക്ക് തന്നെ ചൈനയ്ക്കകത്ത് തന്നെ പ്രശ്നമുണ്ട്. യുഗുർ മേഖലയിൽ അവിടെയുള്ള തീവ്രവാദം വളരാനുള്ള സാഹചര്യം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ, അതോടൊപ്പം അവിടെയുള്ള ചൈനീസ് ഹാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാരെ വളരെയധികം അവിടെ തീവ്രവാദികൾ ഉപദ്രവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ ചൈനയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ അവസ്ഥ ലോകമെമ്പാടും അറിയാവുന്ന രീതിയിൽ മോശപ്പെട്ടു വന്നിരിക്കുകയാണ് അനുദിനം കഴിയുന്നതോറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു ചൈനയെ കൊണ്ട് നിർത്തുന്ന പാകിസ്ഥാൻ്റെ പഴയ അടവ് പഴയതുപോലെ വിജയിക്കത്തില്ല. ബാക്കി ടർക്കിയെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ നമുക്ക് എവിടെയാണ് പ്രശ്നമുള്ളത്? യൂറോപ്യൻ യൂണിയൻ നമ്മുടെ ഉണ്ട്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ നമ്മളോട് ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ നമ്മളോടൊപ്പം. ഈ ഐക്യരാഷ്ട്രസഭ മാത്രമേ ദുർബലപ്പെട്ടിട്ടുള്ളൂ. G20 നമ്മുടെ കൂടെയുണ്ട്, ഓസ്ട്രേലിയ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ആ നിലയ്ക്ക് നമ്മൾ നയതന്ത്ര ബന്ധം ശക്തമായി തയ്യാറെടുത്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്നത് ഡിറ്ററൻസ് ആണ്. ആ ഡിറ്ററൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നയതന്ത്രം അവിടെ നിൽക്കുമ്പോഴും നമുക്ക് ഒരു ശിക്ഷ കൊടുക്കാനുള്ള അവകാശം നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഡിപ്ലോമസി തുടങ്ങത്തുള്ളൂ പാകിസ്ഥാനുമായിട്ട്. അതാണ് അതിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും ശ്രീ